പോയി നിരന്തരം അടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയായിരിക്കും വേദന വരുമ്പോൾ. അതുപോലെയാണ് ഈ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. അത് ഭയങ്കര കമ്പനമുള്ള സാധനമാണ്, വൈബ്രേഷൻ. അത് സയൻസ് വായിക്കുന്നവരെ മനസ്സിലായില്ലേ. ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തായിരുന്നു, നിനക്കറിയാമോ? അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള സാധനങ്ങളെല്ലാം അറിയാം, മനസ്സിലായോ? അതുപോലെ കാനഡയ്ക്ക് നോക്കിയതല്ലേ? കാനഡയിൽ നമ്മുടെ വിസ ഇതാക്കി നമ്മുടെ വർക്ക് വിസിറ്റ് വന്നിട്ട് വർക്ക് വിസ തന്നില്ല. നമ്മുടെ വിസിറ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്തെല്ലാം നശിപ്പിച്ച് നാലാമക്കൽ വെച്ച് എന്താ പറഞ്ഞു അവര് നമ്മളെ നോക്കുന്നത്. ഡൽഹിയിൽ മുക്കുമാണ് എന്നെ നോക്കുന്നത്, അതിന്റെ കൂടെ ജീവിക്കാവുന്നതാണ്. അപ്പൊ അവർ തീരുമാനിക്കട്ടെ. ഇപ്പം ജുഡീഷ്യൽ എക്സാമിന് ഇതുണ്ട്, ജുഡീഷ്യറി അത് കിട്ടുവാണെങ്കിൽ പ്രാക്ടീസ് ഞാനും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കും. ഇപ്പം പരീക്ഷയുണ്ടോ, 1-2 മാസം കൂടെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാനാ. ജുഡീഷ്യറിയുടെ രാജസ്ഥാനാണ് എന്റെ നാട്. രാജസ്ഥാനില് ഈ സിവിൽ ജഡ്ജിന്റെ ഇതുണ്ട്, റിക്രൂട്ട്മെന്റ്. എക്സാം എഴുതണം. ഏജ് ലിമിറ്റ് ഉണ്ട്, എന്നാലും അത് കുറ്റങ്ങളായതുകൊണ്ട് ഇത്തിരി കൂടെ എഴുതാനും അതുകൊണ്ടാവും. എന്നെക്കാട്ടി കുറച്ച് ഇളയ ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ മുക്കിനെ എന്താ പറയുന്നത്, ഇവർക്കൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മുക്കിനോട് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇമാർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് പറയുന്നത് എന്നെയും മുക്കുവിനെയും തമ്മിൽ തിരിക്കണമെന്നുള്ള ഇമാർക്ക് ഉദ്ദേശം മനസ്സിലായി. ഇവളുമാറൊക്കെ എന്നിട്ട് എന്റെ സ്വത്ത് 146 സെന്റ് സ്ഥലവും വീടുകൊണ്ട് അത് അടിച്ചെടുക്കാനായിട്ട് ഇവന്മാർ നടക്കുന്നത്. ബിജു എന്ന് പറയുന്നവരും ഇവരും കൂടെ നടക്കുന്നത്. ഞാൻ കാനഡയ്ക്ക് പോകാൻ എന്റെ വിസയെല്ലാം ചെല്ലാം 2 ലക്ഷം രൂപ എന്റെ നോക്കിച്ചെടുത്തത് ഇവന്മാര്. ഈ BUP എന്ന് പറയുന്ന 3000 രൂപ പറയുന്ന കളി കൂട്ട് കളിയാണ്. അവിടെ ജോലിയെക്കാട്ട് വലിയ കളിയാ. ഇവിടെ അല്ല എന്നെ കഴിക്കാൻ ഇവരൊക്കെ ആരാടാ? നിന്നെ കഴിക്കാനും വലുതും വരുമോ? നിനക്ക് നിന്റെ ജീവിതം നോക്കുന്നതിന് നിനക്ക് അവിടെ എഴുതി നിൽക്കുമോ? ഞാൻ ചോദിക്കുക. പിന്നെ നിനക്ക് ഇപ്പോൾ ഒരാളുടെ ഇഷ്ടപ്പെട്ട് നീ ഇതാക്കിയാല് നിന്റെ അമ്മ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെ ഞാൻ ഇതിനോട് പറഞ്ഞിട്ടാവുന്ന അന്നേരമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്നിട്ട് ഞാൻ ഇപ്പം അജമാരി വിചാരിച്ചതേ എന്താ പറയുക, ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ മക്കളെ കുറിച്ച് കൊല്ലുന്ന സംഗതികളൊക്കെ ഈ വെച്ച് നോക്കി ഫ്രിഡ്ജ് വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നടത്താവുന്ന പരിപാടിയൊക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല. ഒത്തിരി നോക്കിയതൊക്കെ അതൊക്കെ നടത്താവുന്ന, അതൊന്നും നടക്കാൻ വേണ്ടി ഇപ്പൊ ഭയങ്കര രോഗമൊക്കെ വീശിയേക്കും. രോഗം നമ്മളെ വെട്ടിമുറിച്ചൊക്കെ ചെയ്യുന്ന. അതുപോലെ ഞാൻ കേരളത്തിൽ കോടതിയിൽ പോയതുകൊണ്ട് എന്റെ പറയുന്ന സ്റ്റാമ്പനെ ഇടുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്നെ ഉപദ്രവിപ്പിക്കാനും ഒക്കെ സ്റ്റാമ്പൻ ഞാൻ പിന്നെ കുറെ ഞാൻ എങ്ങനെ കണ്ടെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഏത് CCTV ക്യാമറ ഇല്ല. എന്നിട്ട് ഒരു ഞാൻ എന്ന് വൈകിട്ട് വരുമ്പോ ഈ ക്യാമറ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ആരും വീട്ടിൽ വരുന്നില്ല. ഈ പെണ്ണുപിള്ള എന്റെ അമ്മയെന്ന് പറയുന്ന പെണ്ണുപിള്ള അടുത്ത വശത്ത് കൊണ്ടുപോയി ചോറ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഒറ്റക്കുള്ളപ്പോ ഇങ്ങനെ ഇവിടെ അടുക്കളയുടെ വശത്ത് വരെ കൊണ്ടുവന്ന് ചോറ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ കഴിക്കും, നിങ്ങൾ ആരായിട്ട്? പക്ഷേ ഇവരുമാർക്ക് ഇങ്ങനെയുള്ള
ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ആ പറയുകയും അങ്ങനെ ഇങ്ങനെ ഒന്ന് പോയാൽ നാഷണൽ പാർക്കിലാണ് വണ്ടി കയറ്റി കൊല്ലുന്നത് എനിക്ക് നേരിട്ട് പറഞ്ഞു. വെറുതെ ഏതെന്തോ അങ്ങനെ കൊല്ലാൻ എന്തോ അങ്ങനെ ചുമ്മാ കൊല്ലാൻ പറ്റുമോ? നമ്മളൊന്നും അതോ ഞാൻ പറഞ്ഞില്ലേ എന്തോ ചന്ദ്രകാന്ത അത്രയൊക്കെ പോയത്. അപ്പൊ ഈ എറണാകുളത്താണല്ലോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 7 മണി 8 മണി എന്നുണ്ടാവുകയാണ് ഫുഡ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഒറ്റ വീഡിയോ സുഭാഷ് പാർക്കിലൊക്കെ പോയിരുന്ന് പതിയേക്ക് വേണ്ടയാണോ കേട്ടോ. അപ്പൊ അപ്പൊ ഒരു ദിവസം നമ്മുടെ ക്ലബ് കണ്ടിട്ടാണ് ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു വരുന്നത്. എറണാകുളത്ത് 8 മണി 7 മണിക്ക് നല്ല ആൾക്കാരില്ല. ഒരു മിനിറ്റ് ബുക്കും വിളിക്കും. ഞാൻ സംസാരിക്കുന്നതിന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് ക്യാമറ ഉണ്ട്. അപ്പൊ ക്യാമറയ്ക്ക് കൂടെ കാണാൻ എന്റെ ബുക്കിന് കേട്ടോ. ഒരു മിനിറ്റ് കട്ട് ചെയ്തേടാ, കട്ട് ചെയ്ത് കഴിഞ്ഞു. Srija, 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 I am speaking with the Srija, my dear. What? What is it? No, I want to talk bullshit. You speak, Naya. I am not talking bullshit, okay? Okay, okay. Okay, okay. Okay. Hello.